ഹായ് വ്യൂവേഴ്സ്, ഞാൻ നിങ്ങളുടെ പൗർണമി. ചിലർക്കൊക്കെ തന്നെ ഡോഗ്സിന് വാങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമായിരിക്കും. പക്ഷേ അവർക്ക് എന്തെങ്കിലും ഒരു അലർജി ഉള്ളത് കൊണ്ട് അത് ട്രിഗർ ആകുമോ എന്ന് പേടിച്ചിട്ട് ഡോഗ്സ് വാങ്ങാറില്ല. സോ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അത് മാത്രമല്ല, ചിലരുടെ വീട്ടിൽ പ്രഗ്നൻ്റ് ആയ ലേഡീസ് ഉള്ളപ്പോഴും കുഞ്ഞുങ്ങളുള്ളപ്പോഴും ഒക്കെ നമ്മൾ ചിന്തിക്കും, ഒരു ഡോഗിനെ ഇപ്പോൾ വാങ്ങണോ എന്ന് പറഞ്ഞിട്ട് ചിന്തിക്കും. സോ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ തീർച്ചയായിട്ടും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം. എല്ലാ ഡോഗ്സിൻ്റെ പുറത്തും ഒരു അലർജൻ ഉണ്ട്. അതില്ലാത്ത ഡോഗ്സ് നമുക്ക് കാണാൻ തന്നെ പറ്റത്തില്ല. പക്ഷേ ചില ഡോഗ്സിൽ ആ അലർജി ട്രിഗർ ചെയ്യുന്ന സംഭവം എന്ന് പറയുന്നത് വളരെ കുറവാണ്. അപ്പോൾ അലർജി ശരിക്കും പറഞ്ഞാൽ ട്രിഗർ ചെയ്യുന്നത് ഡോഗ്സിൻ്റെ സ്കിന്നിൽ നിന്ന് പൊഴിഞ്ഞു വരുന്ന ചില പാർട്ടിക്കിൾസ് ആണ്. ഡാൻഡർ എന്ന് അതിനാണ് പറയുന്നത്. അതുമാത്രമല്ല, ആൾക്കാരിൽ ഡോഗ്സിൻ്റെ സലൈവയും യൂറിനും ഒക്കെ തന്നെ അലർജി ട്രിഗർ ചെയ്യാം. അപ്പം ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഈ ഡാൻഡർ എന്ന് പറയുന്ന സംഭവം ചില ഡോഗ്സിൽ വളരെ കൂടുതലായിരിക്കും, ചില ഡോഗ്സിൽ വളരെ കുറവായിരിക്കും. അങ്ങനെ വളരെ കുറവായിട്ടുള്ള ഡോഗ് ബ്രീഡ്സിൽ നമുക്ക് ഏറ്റവും അധികം അറിയാവുന്ന വളരെ സുപരിചിതമായിട്ടുള്ള ഒരു ബ്രീഡാണ് ഷിറ്റ്സു എന്ന് പറയുന്നത്. ഷിറ്റ്സു എന്ന് പറയുന്നത് ഒരു ഹൈപ്പോ അലർജനിക് ഡോഗാണ്. ഈ അലർജൻസ് ഒക്കെ അവരുടെ ദേഹത്തും ഉണ്ടെങ്കിൽ തന്നെയും വളരെ കുറവാണ്. അതുമാത്രമല്ല, അവരുടെ ഫർ എന്ന് പറയുന്നത്, അവർക്ക് ഹെയർ ആണുള്ള ഫറല്ല, ഈ ഹെയർ എന്ന് പറയുന്നത് 2 കോട്ടായിട്ടാണ് ഉണ്ടാവുക. സോ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കൊഴിഞ്ഞു പോകുന്ന മുടിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കത്തേ ഉള്ളൂ. നമ്മൾ കോതുമ്പോഴായിരിക്കും പുറത്ത് വരുന്നത്. അതുകൊണ്ടാണ് ഇതിന് ഷെഡിങ് കുറവാണെന്ന് പറയുന്നത്. നമുക്ക് ഷെഡിങ് ആയിട്ട് ഇങ്ങനെ അറിയാൻ പറ്റത്തില്ല. ചില ഡോഗ്സ് ഒക്കെ സോഫയിലൊക്കെ കിടന്നിട്ട് എണീറ്റ് പോകുമ്പോൾ അവിടെ ഫുള്ള് മുടിയായിരിക്കും. ഇപ്പോൾ ഈ ഷിറ്റ്സുവിൻ്റെ കാര്യത്തിലാണെങ്കിൽ അങ്ങനെയല്ല. നമ്മൾ ചീകി എടുക്കുമ്പോൾ മാത്രമായിരിക്കും മുടി മൊത്തം പുറത്ത് വരുന്നത്. അപ്പോൾ ഈ ഡാൻഡർ എന്ന് പറയുന്ന, അതായത് സ്കിൻ പാർട്ടിക്കിൾസ് ഒക്കെ തന്നെ ഇതിനുള്ളിൽ ഈ കൊഴിഞ്ഞ മുടിക്കും മറ്റുള്ള മുടിയുടെ ഇടയിൽ ഇങ്ങനെ നിൽക്കുകയായിരിക്കും. അതിങ്ങനെ കൊഴിഞ്ഞ് പല സ്ഥലത്ത് പോവുകയോ എയറിലാവുകയോ ഒന്നും ചെയ്യത്തില്ല. സോ അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഈ അലർജി ഉള്ള ആൾക്കാരിൽ അത് ട്രിഗർ ചെയ്യുന്നത് വളരെ കുറവായിരിക്കും, സാധ്യത വളരെ കുറവാണ്. അപ്പം നിങ്ങൾക്കൊരു ഡോഗിനെ വളർത്തണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷിറ്റ്സുവിനെ ചൂസ് ചെയ്യാം. ഇനി ഇങ്ങനെ ഗ്രൂമിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത്, അതായത് ചീകുന്ന സമയത്തും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും ഹെൽപ്പ് ചോദിക്കാം. അലർജി ഇല്ലാത്ത ആൾക്കാരുടെ ഹെൽപ്പ് ചോദിക്കും. അപ്പോൾ ഈ ചീകി മുടിയൊക്കെ എടുക്കുന്ന സമയത്തും ആ ഡാൻഡർ നിങ്ങളുമായിട്ട് കോൺടാക്റ്റിൽ വരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് അലർജി ഉണ്ടാവാണ്ട് സൂക്ഷിക്കാം. അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരിക്കൽ കുളിപ്പിക്കണം. അപ്പം ഈ സ്കിന്നും ഒക്കെ നല്ല ക്ലീൻ ആകും. നല്ലൊരു പെറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഷാമ്പു വാങ്ങിക്കുക, ഒരു കണ്ടീഷണറും വാങ്ങിക്കുക. സോ അപ്പോൾ തന്നെ നമുക്ക് കുളിപ്പിച്ചൊക്കെ എടുക്കുമ്പോൾ നല്ല നീറ്റായിട്ടിരിക്കും. പിന്നെയുള്ളൊരു കാര്യം, നല്ല ഷോർട്ടായിട്ട് ഹെയർ കട്ട് ചെയ്ത് കൊടുക്കുക. ഭയങ്കര ഷോർട്ടായിട്ടൊന്നും വേണ്ട, ഈ കൊഴിഞ്ഞു പോകുന്ന രീതിക്കാകാൻ പാടില്ല. ഒരു 2 മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ 1 മാസത്തിലൊരിക്കലൊക്കെ ഗ്രൂമിങ് സെൻറ്ററിലൊക്കെ കൊണ്ടുപോയിട്ട് ഗ്രൂം ചെയ്യുകയാണെങ്കിൽ ഹെയറും ഷോർട്ടായിട്ട് നിൽക്കും, അധികം ഡാൻഡറും ഉണ്ടാകില്ല. അപ്പോൾ ഇതിങ്ങനെ കൊഴിഞ്ഞ് വീണ് നിങ്ങൾക്ക് അലർജി ട്രിഗർ ആകത്തുമില്ല. പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ഡോഗിൻ്റെ കൂടെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്തതിന് ശേഷം മറക്കാണ്ട് കൈ നല്ലപോലെ കഴുകുക. നിങ്ങൾക്ക് അലർജി ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ പല കാര്യങ്ങളും സൂക്ഷിക്കേണ്ടി വരും. അപ്പോൾ ഹാൻഡ് വാഷ് ചെയ്യുക. അതുപോലെ തന്നെ അവർ യൂസ് ചെയ്യുന്ന ടവൽസും പിന്നെ ബെഡും ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യാണ്ടിരിക്കുക. ഉറപ്പായിട്ട് നമ്മൾ ഡോഗിൻ്റെ ബെഡൊന്നും യൂസ് ചെയ്യത്തില്ല. പക്ഷേ നിങ്ങളുടെ ഡ്രസ്സിൻ്റെ കൂട്ടത്തിലൊക്കെ അവരെ കുളിപ്പിച്ചിട്ടും അല്ലെങ്കിൽ കുളിപ്പിക്കുന്നതിന് മുന്നേ പുറത്തൊക്കെ പോയിട്ട് വന്നിട്ട് യൂസ് ചെയ്ത ടവൽസും മറ്റു സാധനങ്ങളൊക്കെ നിങ്ങളുടെ സാധനത്തിൻ്റെ കൂടെ മിക്സ് ചെയ്യാണ്ടിരിക്കുക. പൊതുവേ ഷിറ്റ്സുവിന് ഡാൻഡർ ഉണ്ടാവുന്നത് തന്നെ വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഷിറ്റ്സു ഒരു ഹൈപ്പോ അലർജനിക് ഡോഗാണെന്ന് പറയുന്നത്. സോ അങ്ങനെയുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഷിറ്റ്സുവിനെ ചൂസ് ചെയ്യാം. പക്ഷേ അതിന് മുന്നേ ഒരു കാര്യം, നിങ്ങൾ കാണുന്നൊരു ഡോക്ടർ ഉണ്ടാവുമല്ലോ ഈ അലർജിക്ക് വേണ്ടിയിട്ട്. സോ ആ ഡോക്ടറോട് ഒരു ഒപ്പീനിയൻ ചോദിക്കുക. എന്തൊക്കെ തന്നെ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിലും നിങ്ങൾക്കൊരു മെഡിക്കൽ കണ്ടീഷൻ ഉണ്ട് എന്നുള്ള സിറ്റുവേഷനിൽ അതിനെക്കുറിച്ച് നല്ല രീതിക്ക് അറിയാവുന്ന, നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ കണ്ടീഷനെക്കുറിച്ചും നിങ്ങൾ കഴിക്കുന്ന മെഡിക്കേഷനെ കുറിച്ചും നല്ല അറിവുള്ള ഒരാൾ, അതായത് നിങ്ങളുടെ ഡോക്ടറിനോട് ഒപ്പീനിയൻ ചോദിക്കുക. ഞാനൊരു ഡോഗിനെ വാങ്ങാനായിട്ട് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്, ഷിറ്റ്സു ആണ്. സോ ഡോക്ടർ എന്ത് പറയുന്നു, ഞാൻ വാങ്ങിക്കോട്ടെ എന്നുള്ളത് ഒരു വാക്ക് ചോദിക്കുക. ഇനി ഒട്ടും പറ്റില്ല, നിങ്ങൾ ഭയങ്കര സിവിയർ അലർജി ഉള്ള ഒരാളാണ്, നിങ്ങൾക്ക് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ആ ഡോക്ടർ പറയും. ഞാൻ ജനറൽ ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. സോ ഇന്നത്തെ വീഡിയോ ഇതാണ്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.